വെൽക്കം ടു സാറാസ് കലിനറി എസ്കേപ്പ്. ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ആലു പൊറോട്ട അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് പൊറോട്ടയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: 1/2 കിലോ ഉരുളൻകിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങി തൊലി കളഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 4 കപ്പ് ആട്ട കുഴച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി അതിൻ്റെ സാധനങ്ങൾ: കറിവേപ്പില, ഇഞ്ചി, 1 കഷ്ണം ഇഞ്ചി, ഇതേപോലെ 1 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 2 സവോള ഫൈനായി ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ കടുക്. ഇത് ഇത്രയുമാണ് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ. നമുക്ക് സ്റ്റൗ കത്തിക്കാം. തവ ചൂടാകുമ്പം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുകിടാം. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സബോളയും കരിയാപ്പിലയും കൂടെ ഒന്നിച്ചിടാം. പച്ചമുളക് ഇടാം. പച്ചമുളക് ഒന്ന് അതിൻ്റെ ചൂടാകുമ്പം ഇഞ്ചി, ബാക്കിയുള്ള സബോള, നമ്മുടെ ആലു പൊറോട്ടയ്ക്കുള്ള ഫില്ലിംഗ് ആണ്. ഇഞ്ചിയുടെ ആ പച്ചക്കുത്തിലൊക്കെ ഒന്ന് മാറിയാൽ പിന്നെ നമുക്ക് ഉപ്പിടാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത്. ഇട്ടതിന് ശേഷം കിഴങ്ങിൽ ഓൾറെഡി ഉപ്പുണ്ട്. പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ അന്നേരം നമുക്ക് കുറച്ചിടാം. അധികം മൂക്കണ്ട. നമ്മുടെ സവോളയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഇഞ്ചി ഒന്ന് വഴന്നാൽ നമുക്ക് മഞ്ഞളിടാം. ഇഞ്ചി ഒന്ന് വഴന്നാൽ മതിയേ. ഇഞ്ചി മൂക്കുന്നതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ആ സമയം നമുക്ക് മഞ്ഞൾ പൊടിയിടാം. മഞ്ഞൾ പൊടി ഇട്ട് കഴിഞ്ഞാൽ അധികം ഇതല്ല, ഉടനെ നമുക്ക് കിഴങ്ങ് ചെറുതായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിനകത്തിടാം. കിഴങ്ങ് എപ്പോഴും എടുക്കുമ്പം വെള്ളം കുറവുള്ള കിഴങ്ങായിരിക്കണം എടുക്കേണ്ടത്. അല്ലെങ്കിൽ വെള്ളം കൂടിയ കിഴങ്ങാണെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യുമ്പോൾ പരത്തുമ്പോൾ അത് പുറത്തോട്ട് വരും. അപ്പോൾ എപ്പോഴും നല്ല കിഴങ്ങ് നോക്കി എടുക്കണം നമ്മൾ ആലു പൊറോട്ടയ്ക്ക്. ഇങ്ങനെ കുറച്ച് ഉടച്ച് നല്ല കിഴങ്ങാണ്. അപ്പോൾ അതാണ് ഇന്ന് ഇതായിട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ പൊടിച്ച് കൊടുക്കുക. നന്നായി മിക്സായി കഴിയുമ്പോൾ തീ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ആലു പൊറോട്ട ഫില്ല് ചെയ്ത് പരത്തുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് ഇത്രയൊരു വലിയ ഉരുള എടുക്കാം നമുക്ക്. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കുക. ഇങ്ങനെ നമ്മുടെ ഫില്ലിങ് നിറയ്ക്കാൻ വേണ്ടി കുറച്ച് സ്പേസ് അതിനകത്തോട്ട് ഉണ്ടാക്കാം.
ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഫില്ല് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ ഇതിനകത്ത് ഒഴിക്കുക. ഞാനിത് സൺഫ്ലവറും ഗീയും കൂടെ മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം ഗീ മാത്രമാണെങ്കിലും ഉപയോഗിക്കാം. മിക്സ് ചെയ്ത് ചേർത്തിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് നമ്മുടെ കിഴങ്ങിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കുറച്ചെടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് നിറയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് അമക്കുക. 4 ഭാഗത്തോട്ടും അമർത്തി ഫില്ല് ചെയ്യുക. എന്നിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കുറേശ്ശെ ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇതിങ്ങനെ ആക്കിയിട്ട് റൗണ്ട് ചെയ്യുക. ഇനി ഇതെന്ത് ചെയ്യണം, ഇവിടെ ആട്ടപ്പൊടി ഇരിപ്പുണ്ട്. ആട്ടപ്പൊടിയിലേക്ക് ഇങ്ങനെ ഒന്ന് 2 സൈഡും ഒന്ന് അമർത്തി ഒന്ന് ഇത് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇതിലോട്ട് വെച്ചിട്ട് മെല്ലെ ഒന്നുകൂടെ അമർത്തുക. എന്നിട്ട് മെല്ലെ പരത്തുക. സൈഡിൽ നിന്ന് പോകാതെ മെല്ലെ പരത്തുക. കുറച്ച് ഫില്ലിങ് കുറയ്ക്കാമെങ്കിൽ നന്നായി പരത്താം, കുറച്ചുകൂടി നന്നായി പരത്താം. പക്ഷേ നമ്മൾ ആ ഫില്ലിങ് കുറയ്ക്കുവാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കുറയും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ നിറയ്ക്കുക. കുറച്ച് ഇത് വന്നാലും കുഴപ്പമൊന്നുമില്ല, അത് മുരിഞ്ഞ് കിട്ടിക്കോളും, ഒരു കുഴപ്പമില്ല. നമ്മുടെ കിഴങ്ങ് നല്ല കിഴങ്ങാണ്, അല്ലെങ്കിൽ കിഴങ്ങിനകത്ത് വെള്ളം കൂടുതലാണെങ്കിൽ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ചാടി ശരിയാവത്തില്ല നമ്മുടെ പൊറോട്ട. ഇപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ട് പരന്ന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ച് ഇതിനെ റൗണ്ട് ഷേപ്പാക്കുക. നമ്മുടെ പൊറോട്ട നന്നായി പരന്ന് കിട്ടിയിട്ടുണ്ട്. സ്റ്റൗ നമുക്ക് ഓൺ ചെയ്യാം. തവ ചൂടാവുമ്പോൾ നമ്മൾ പരത്തി വെച്ച പൊറോട്ട ഇടാം. നമുക്ക് പൊറോട്ട ഇടാം. തവ നന്നായി ചൂടാവും. അത് ആദ്യം ഇടുന്ന വശം ആദ്യം മൂക്കാൻ പാടില്ല. ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ മറിച്ചിടണം. ഒരുവിധം ചൂടായിട്ടുണ്ട് ഉണ്ടോ? ഈ സമയം നമുക്കത് മറിച്ചിടാം. ഇനിയും എണ്ണ തൂത്ത് കൊടുക്കാം. സൈഡ് ചേർത്ത് എണ്ണ തൂക്കണം, അല്ലെങ്കിൽ ആ സൈഡാണ് വേകാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് സൈഡ് ചേർത്ത് എണ്ണ തൂത്ത് കൊടുക്കാം. അവിടെ മറിച്ചിട്ട് കൊടുക്കാം. എണ്ണ തൂത്ത് കൊടുക്കാം. നാല് പേർക്ക് കഴിക്കാനുള്ള
ആലു പൊറോട്ട ഇതിൽ നിന്ന് റെഡിയാകും. 4 പേരൊക്കെ ഓരോ ഇതിലാണ് 1/2 കിലോ ഉരുളക്കിഴങ്ങ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ മെല്ലെ അമർത്തി കൊടുക്കുക. അപ്പോൾ ആ സൈഡൊക്കെ നന്നായി വേകും. എണ്ണ ശകലം എണ്ണയില്ലാന്ന് തോന്നുന്ന സ്ഥലത്ത് കുറച്ചൊക്കെ എണ്ണ തൂത്ത് കൊടുക്കാം. കുഴപ്പമുള്ള കാര്യമല്ല. ഇവിടെ പൊറോട്ട വെന്തുകൊണ്ടിരിക്കുന്നു. നല്ല മൊരിഞ്ഞ പൊറോട്ട നമുക്ക് മൊരിഞ്ഞ പൊറോട്ട കിട്ടും. ഇങ്ങനെ ബാക്കിയുള്ള പൊറോട്ടകളും കൂടെ ഉണ്ടാക്കിയെടുക്കാം. 2 സൈഡും മറിച്ച് ഇട്ട് കൊടുക്കണം. നന്നായി മൊരിഞ്ഞോളും. നമ്മുടെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ആലു പൊറോട്ട അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് സഹായിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.